ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്, പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീസൺ മാറിയതുകൊണ്ട് ഒരു 4:30-5 മണിയാകുമ്പോഴേക്കും തന്നെ നല്ലപോലെ ഇരുട്ടായി തുടങ്ങും. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്, 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വൈകുന്നേരത്തെ പണികളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇന്ന് ചിക്കൻ കറിയാണ് വെച്ചോണം. പിന്നെ ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാബേജ് തോരനും കൂടി ആയി. ഇന്നേക്ക് വൈകുന്നേരത്തിനും നാളെ ഉച്ചയ്ക്കും കൂടിയുള്ള കറികളായിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. ബുക്കൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. വൈകുന്നേരങ്ങളിൽ തന്നെ എൻ്റെയും മക്കളുടെയൊക്കെ ബാഗ് ഒതുക്കി വെക്കും കേട്ടോ, പാക്ക് ചെയ്ത് വെക്കും. പിന്നെ വെള്ളം മാത്രമേ നാളെ രാവിലെ എടുത്ത് വെക്കുകയുള്ളൂ, ഫില്ല് ചെയ്ത് വെക്കും. ഇനി നമുക്ക് കുറച്ച് വാഷിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് ഞാൻ തുണികൾ ഇട്ടപ്പോൾ ഞാൻ കുറച്ച് തുണികളുള്ളത് മടക്കി വെച്ചു. പിന്നെ എനിക്ക് അടിക്കാനുണ്ടായിരുന്നു, അടിച്ചൊക്കെ ഇട്ടു. ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസമായിരുന്നു, അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി, പില്ലോ കവറൊക്കെ മാറ്റി നീറ്റാക്കി ഇട്ടു കേട്ടോ. ഇനി ഇവിടെ മക്കളോടൊന്നും കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ജസ്റ്റ് വന്ന് കിടക്കാമല്ലോ, പൊടിയൊക്കെ തട്ടി നീറ്റാക്കിയിട്ട്. അപ്പോൾ അപ്പുറത്തെ റൂമിൽ ഹാളിലൊക്കെ ആയിട്ട് ഇത്രയും നേരം ഇവിടെയൊക്കെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ പള്ളിയിൽ പോയി നമുക്കൊരു ഷോപ്പിംഗ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ കിടക്കാമല്ലോ. അപ്പോൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഞങ്ങളൊന്ന് ഫ്രഷായി വാഷ്റൂമിലൊക്കെ പോയി, അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് ഹോളിലേക്ക് ഇറങ്ങി കേട്ടോ. ഇന്നിപ്പോൾ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ, അതുപോലെ തന്നെ കുറച്ച് സ്നാക്സും, അതുപോലെ തന്നെ ഗ്രോസറിയും കുറച്ച് പാലൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി, എല്ലാം വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. അപ്പോൾ നല്ല രസമായിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. കേക്ക് ഉണ്ട്, പലതരം സ്വീറ്റ്സ് ഉണ്ട്, സ്നാക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സും, ഉണ്ണിക്ക് ഡേ കെയറിൽ മഞ്ഞ ഉണ്ണിയപ്പം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതാ മഞ്ഞ ഉണ്ണിയപ്പം എന്ന് ചോദിച്ചപ്പോൾ ഈ കാണിക്കുന്ന ലഡുവാണ്. അപ്പോൾ അന്ന് ചേച്ചിമാർക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങി. പിന്നെ അത് വാവേനെയും ഉറക്കി, ഞങ്ങളും ഉറങ്ങി കേട്ടോ. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഞാനൊരു 4:30 ആകുമ്പോൾ എണീറ്റായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇവിടെ വരുന്ന് പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ ഒന്ന് ഇത്തിരി വായിച്ച് അതിന് ശേഷം ഞാൻ പുറത്ത് നോക്കിയപ്പോൾ നല്ല ഇരുട്ട്. സമയം എനിക്കിന്ന് അധികം പണിയിൽ ഉപ്മാവാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അന്ന് അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ സോഫയുടെ അടുത്തേക്ക് പോയി ഞാൻ അവിടെ കിടന്ന് ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഈ സോഫയിൽ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പുറത്തേക്ക് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കമൊക്കെ മാറി. അപ്പോൾ അതിന് ശേഷം ഞാൻ വേഗം പോയി ചായ വെച്ചു. ഒരു സ്റ്റൗവിൽ ഞാൻ പാല് വെച്ചു കേട്ടോ ഭാവിക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത് അവനെ നേരം കൊണ്ട് ഞാൻ ബ്രഷ് ചെയ്യാൻ പോയി, വാഷ് ചെയ്യാനും ഫ്രഷ് ആവാനൊക്കെ പോയി. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പാലും ചായയൊക്കെ ആയപ്പോൾ ഞാൻ വേഗം മാറ്റി വെച്ച് ഫ്ലാസ്കിലാക്കി വെച്ചു. അവർ കുടിക്കുമ്പോൾ കുറച്ചും കൂടി സമയം കഴിയും, 6:30 ആവും കുടിക്കുമ്പോൾ. അപ്പോൾ ഞാനിതിപ്പോൾ 5 മണി 5:15 ആവണേ ഉള്ളൂ. അപ്പോൾ ഞാനത് ചൂടാറാതിരിക്കാൻ ഫ്ലാസ്കിലാക്കി വെച്ചു. പിന്നെ അവർക്ക് ഉപ്മാവ് കൊടുക്കുമ്പോൾ ഇതേപോലെ പാത്രത്തിൽ തട്ടി നല്ലപോലെ പ്രസ് ചെയ്ത് ഒരു കേക്ക് പോലെയാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്മാവ് വെറുതെ ഇടുമ്പോൾ അത് ബോക്സിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിഞ്ഞ് എല്ലാ ഭാഗത്തൊക്കെ ആയി കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേട് പോലെ തോന്നാറുണ്ട്. നമുക്കത് എല്ലായിടത്തും ആകുമ്പോൾ എനിക്കിഷ്ടമല്ല. അപ്പോൾ അവർക്കും ഇതേപോലെ കൊടുക്കുമ്പോൾ സ്പൂണുമൊക്കെ ആവണമെന്ന് പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കേക്ക് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ബണ്ണും സ്പൂണും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, എൻ്റെ ഫ്രഷ് ആയ മുകളിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കണം, പിന്നെ സ്കൂളിൽ പോകണം. അപ്പോൾ ഇത് ഇന്ന് 2 പേർക്കേ ഉള്ളൂ കേട്ടോ. ഒരാൾക്ക് എക്സാംസ് നടക്കുകയാണ്, അപ്പോൾ സ്റ്റഡി ഹോളിഡേ ആണ്. അപ്പോൾ മൂത്ത ആൾക്കില്ല, ബാക്കി 2 പേരും സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇനി ഇത് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മെയിൻ ഗസ്റ്റ് ഒരാൾ വന്നിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിൽ പിതാവാണ് കേട്ടോ. പിതാവിന് കൊടുത്തൊരു സ്വീകരണമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു സ്വീകരണമായിരുന്നു. ഇപ്പോൾ ഈ പ്രൊസഷനിലൂടെ നമ്മൾ കിടക്കുന്ന പള്ളിയിലേക്കാണ് കേട്ടോ, കുർബാനയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ നിൽക്കുന്നത് ഓൾഡർ ഗേൾസും ഓൾഡർ ബോയ്സും ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ഡ്രസ്സ്, വൈറ്റും റെഡും ആയിട്ട്. ഇത് ഇട്ടിട്ടാണ് കേട്ടോ അവർ കുർബാനയ്ക്ക് കയറുക. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് യുക്കാരിസ്റ്റ് മിനിസ്ട്രി മെമ്പേഴ്സിനെ കാണാൻ പറ്റും. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ സെക്രട്ടറി ചേർച്ചിൻ്റെ എല്ലാ കമ്മ്യൂണിറ്റിയുടെയും ഫാദേഴ്സ് ഉണ്ട്. പിന്നെ പാരിഷ് പ്രീസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നോർത്തേൺ അറേബ്യയുടെ തന്നെ ബിഷപ്പായ ആൽദോ ബെരാറിൻ്റെ അച്ഛനെയും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.